ഹായ് ഗായ്സ്, അങ്ങനെ ഈവനിങ് ഒരു 4:30 കൂടി നമ്മൾ ഇല്ലിക്കക്കല്ലിലോട്ടാണ് കേട്ടോ പോണത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ റൂമിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേയുടെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ അറിയില്ല കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലുള്ള ചേട്ടനാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. വെറും 8,000-ന് ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഈ എന്താ പറയുക ഫാമിലി ട്രിപ്പൊക്കെ പോയി വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിലും കുറയും. പിന്നെ നമ്മൾ ചേച്ചിയുടെ പിള്ളേരെയൊക്കെ കൂട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ട്രാവലർ ഫുഡ് ഇതെല്ലാം കൂടി കൂട്ടി 8,000-നുള്ളിലാണ് നമുക്ക് വന്നത്. സ്റ്റേ 4 ബെഡ്റൂമിൻ്റെ ഒരു ഹോം സ്റ്റേ ആണ് എടുത്തത്. അതിൽ തന്നെ കുക്കിങ്ങും ഉണ്ട്. അപ്പോൾ സംഭവം നമുക്കെല്ലാം അടിപൊളിയായിട്ട് വന്നായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി. അവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് ജീപ്പിൽ പോവേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ജീപ്പ് കയറി അവിടെ എത്തി. അവിടെ നിന്ന് പിന്നെ നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. കുറച്ച് കയറിയിട്ട് പിന്നെ ഒരു കുത്തനെ ഒരു എന്താ പറയുക മലയാറ്റൂർ മല കയറുന്ന പോലെയൊക്കെ ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് ഇത്തിരി പ്രയാസമാണ് കയറാനായിട്ട്. പ്രായമായവർക്കൊന്നും പറ്റില്ല അത് കയറാനായിട്ട്. എനിക്ക് തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇറക്കവും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. നമ്മൾ കയറുമ്പോൾ വിചാരിക്കും നമുക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലേന്ന്. കാരണം സ്ലിപ്പായി എങ്ങനെ വീണ താഴോട്ട് വീഴും. കുറച്ചുള്ളൂ അത് കയറാനുള്ളത്. പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത്തിരി നേരം നിരപ്പായിട്ട് അപ്പുറത്ത് കാണുന്ന ഒരു 2 കുത്തനുള്ള പാറക്കല്ലുണ്ടല്ലോ. ഇതാണ് കേട്ടോ കയറ്റം. ഇതല്ല, ഇതിപ്പോൾ തുടക്കത്തിലാണ്. കുറച്ചും കൂടി അങ്ങോട്ട് വരുമ്പോൾ ഇത്തിരി കൂടി ഉണ്ട്. അപ്പം കുത്തനെ ഇതേപോലത്തെ കുറേ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ സൈഡിൽ കൂടെ ഒക്കെ പിടിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ. ആ സ്ലൈഡിൽ ആ ഒരു സിമെൻറ്റ് ഫ്ലോപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നിറങ്ങിയൊക്കെ വന്നെ കാണാം. അപ്പോൾ ഇതാ കാണുന്ന കുത്തനെയുള്ള മല കാണാനാണ് കേട്ടോ നമ്മൾ സ്വാഭാവികമായിട്ട് ഇല്ലിക്കല്ലിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ കാഴ്ച ഭംഗിയാണ്. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ ഫോട്ടോസ് കാണുമ്പോൾ ഇവിടെ വന്നെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ നിന്നാലും നല്ല വ്യൂ ആണ് കേട്ടോ. നമുക്ക് കുത്തനെ കയറി മുകളിലോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സൈഡിൽ നിന്നാലും നമുക്ക് നല്ല വ്യൂ തന്നെ കാണാം കേട്ടോ അങ്ങോട്ട് ഉള്ളത്. പിന്നെ ഞാൻ കുറച്ച് റീലൊക്കെ എടുക്കേണ്ട. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ കണ്ടില്ലേ, ഇത് തന്നെയാണ് നമുക്ക് മുകളിൽ ചെന്നാലും കിട്ടുക ആ ഒരു 2 പാറക്കല്ലുകൾ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് റീലെടുക്കുക, അതായിരുന്നു എൻ്റെ മെയിൻ ഹോബി. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ മുകളിൽ ചെന്നപ്പോൾ ഇത്രയ്ക്കും വ്യൂ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് കോട ആയതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും മര്യാദക്ക് എടുക്കാനും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പോസിലൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് ഫോട്ടോസും വീഡിയോസും അത്യാവശ്യം നല്ല ഭംഗിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ക്ലാരിറ്റി വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിഗമനം. പിന്നെ ഈ വീഡിയോസൊക്കെ എടുക്കണത് ഞാനല്ല കേട്ടോ. എൻ്റെ ഫോൺ അവിടെ എത്തിയപ്പോൾ തന്നെ അവൾമാർ കൈമാറിയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കിട്ടാതിരുന്നത് സ്ഥലത്തിൻ്റെയൊക്കെ. അപ്പം നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് അടുത്ത ജീപ്പിൽ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. മലയൊക്കെ അവിടെ നിന്ന് കയറി ഇറങ്ങി കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്തു. പാറുവിനെ അവിടെ എത്തിയപ്പോൾ വാങ്ങിച്ചതാണ് PPO ഒക്കെ കയറുന്ന കടയിലൊക്കെ കാണുന്ന കടയിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ PP വാങ്ങിച്ച് അത് ഊതിക്കൊണ്ടിരിക്കുന്നു കിടാവ്. അങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ പോയി വന്നായിരുന്നു. വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളൊരു വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഛർദി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പോയി വന്നു. കാരണം നമുക്ക് ഇപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ചേട്ടനായാലും നല്ല പയ്യാണ് പോണത്. നമുക്ക് ഹെയർ പിന്നൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പയ്യെ ഒരു 1000 ഉണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റായപ്പോൾ പിള്ളേർ പണി തുടങ്ങി. നല്ല ഡാൻസും പാട്ടും കൂത്തുന്നതിന് നടക്കും. പാറൂസും ഉണ്ട് കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട്. അങ്ങനെ ഒരു ഹാളിലോട്ട് ഇറങ്ങിയപ്പോൾ അടുത്ത ആൾക്കാരെ വിടും. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്തു പൊളിച്ചടുക്കി. നൈറ്റ് നല്ല രസമായിരുന്നു കേട്ടോ. ട്രിപ്പൊക്കെ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഫുൾ പവർ. അപ്പോൾ ഇനി നാളെ നമുക്ക് വാഗമണ്ണാണ് കേട്ടോ പോകാനുള്ളത്. ഒരു 9 മണിയോടുകൂടി നമ്മൾ വാഗമണ്ണിലോട്ട് ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിച്ച് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളും പൊളിച്ചു. നല്ല വൈബ് ട്രിപ്പായിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇല്ലിക്കക്കല്ലും ഇലവീഴ പൂഞ്ചിരി നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ ബൈ.